ജസ്റ്റ് പാത്രം ഒര കണ്ടിട്ട് എൻ്റെ മുഖം ഉരയ്ക്കുന്ന പോലാണല്ലോ. അതെൻ്റെ മോന്തായൊന്നുമല്ല, പാത്രം. എൻ്റെ ദൈവമേ, അത് കുക്ക് ചെയ്യാൻ ഇപ്പം എടുത്ത പാത്രം. അത് അത്രയ്ക്ക് സോപ്പിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ അറ്റത്ത് സോപ്പിരിക്കും. ജസ്റ്റിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ? എനിമ വെക്കുന്നതിന് വരെ സോപ്പ് കൂട്ടിട്ട് എന്നാ വേണ്ടേ? അപ്പം കാപ്പി. ദൈവമേ, ഈ ടിഷ്യൂ എടുത്തിങ്ങനെ തുടയ്ക്കാൻ ഇരുന്ന് എന്തോരം ടിഷ്യൂ തീരും. തുണി, കിച്ചൺ ടവൽ, നോട്ട് എ ടിഷ്യൂ. ബഡ്ജറ്റ് മന്ത്രി ഞാൻ, ധനകാര്യം ഞാനാ. ബഡ്ജറ്റ് ഞാനാന്ന്. ആണല്ലോ. നാന്നാ ആണല്ലോ. നാന്നാ. ആ പൈസ വേണ്ടേ ടിഷ്യൂന്? ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും കിച്ചണിൽ കയറിയിട്ട് കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് സിങ്ക് തുടയ്ക്കാനാണെങ്കിൽ അതുകൊണ്ടാ കേറ്റാത്ത. അല്ല, അതുകൊണ്ടാ കേറിയതാ പ്രശ്നം. നോ, ഈ സ്റ്റാർബക്സിന്റെ കാര്യം പൈസ വേണ്ടല്ലോ. സാധാ ചായ കുടിക്കത്തില്ല. കാഫറ്റേറിയ ഒരു കാപ്പിക്ക് 14 ദിറംസ്. സ്റ്റാർബക്സിന് ഒരു കോഫിക്ക് 20 ദിറംസ്. 6 ഡിഫറൻസ്. 5-6 ദിറംസ്. 20 ദിവസം ജോലി ചെയ്യുവാണെങ്കിൽ 120 ഡിഫറൻസ്. 20 ദിവസം ഞാൻ 20 ഇല്ല, 14 ദിവസം. മാസത്തിൽ 14 ദിവസത്തിൽ 14 ദിവസം ഞാൻ സ്റ്റാർബക്സ് വിളിച്ചാൽ എത്രയാ? 14 ആഴ്ച 2 ദിവസം. ആഴ്ച 2 ദിവസം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 2 ദിവസമൊക്കെ ഞാൻ സ്റ്റാർബക്സ് കുടിക്കാറുണ്ട്. 4 ദിവസം ഞാൻ സ്റ്റാർബക്സിലൊന്നും പോയില്ല. പറ, 2 ദിവസമാണെങ്കിൽ മാസം എത്ര? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ജോലി ചെയ്ത കാശും കൊണ്ടല്ലേ ഞാൻ സ്റ്റാർബക്സ് വാങ്ങി. അല്ല, ആരുടെയും കാശ് എടുത്തോണ്ടൊന്നുമല്ലല്ലോ. ജസ്റ്റ് എന്ത് വേണേലും. ഓ, അങ്ങനെ. ഞാൻ പറഞ്ഞ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് ടിഷ്യൂ എടുത്താൽ വെല്ലടിച്ചു. ഞാൻ മണിമലക്കാരി അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. പാല് ഒരു മുട്ടയും കൂടെ. അടിച്ചാ പോരെ? അങ്ങനെ ആയാലും മതി. ചെറുക്കടവിന്റെ ചെറുക്കടവുകാരല്ലേ, അടുത്തല്ലേ? അവിടുത്തെ കാറ്റടിക്കണം. ചെറുക്കട ഇവന്റെ അമ്മ വീടല്ലേ? ചെറുക്ക വീട് ചെറുക്കടവൻ. എടുക്കാൻ പറഞ്ഞു ഉപയോഗിക്കുന്നില്ലേ? ശക്തി തരണേ. ആ ബ്രോക്കോളി അല്ലപ്പേ, ഞാൻ ആ ഫ്രിഡ്ജില് വേവിച്ച് വെച്ചിട്ടുണ്ട് ബ്രോക്കോളി. അതെടുക്കാം. വല്ലപ്പോഴും ഫ്രിഡ്ജ് അടയ്ക്കാൻ മാത്രമല്ല, ഫ്രിഡ്ജ് തുറക്കാനും കൂടെ നോക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ എങ്ങോട്ടടി പോകുന്നു? 2 മുട്ട എടുത്ത് ഇതുണ്ടാക്കി, ബ്രെഡും അവോക്കാഡോ തിന്നെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ഈ കപ്പളങ്ങ കൂടെ എങ്ങോട്ട് തിന്നാനായിട്ട്? ഞാൻ കുത്തിക്കയറ്റില്ലാത്ത ഞാൻ തന്നെ ഒന്നും അല്ല വീട്ടിൽ തിന്നുന്നത്. അതിന്റെ കൂടെ മറ്റേ എന്നാ സാധനത്തിന്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. ഇന്ന് വൈകുന്നേരം എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഉച്ചക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇപ്പൊ എല്ലാം കൂടെ തിന്നിട്ട് എവിടെയെങ്കിലും പോവാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഫ്രിഡ്ജിൽ ഇരുന്നാ മാത്രം എന്തെങ്കിലും ഒരു സാധനം ഇതൊക്കെ പിന്നെ ചെത്തി കഴിക്കണമെന്ന് വിചാരിക്കണം. അതൊട്ട് ചത്തത്തുമില്ല. അതല്ലാതെ ആപ്പിള് തൊലി കളഞ്ഞാ മതി. സോറി, ഓറഞ്ച് തൊലി കളഞ്ഞാ മതി. ഇന്നലെ ഇവിടെ ഓറഞ്ച് ഞാനല്ലേ?
അയ്യോ എന്റെ പൊന്നെ, ഒരു ഓറഞ്ച് തിന്നേലും ഒന്നും പറയല്ലേ, അത് വിശന്നിട്ട് ഓറൊന്നും ഇല്ലാഞ്ഞോണ്ട്. ആപ്പിള്, എന്തോരം മാങ്കോ, എന്തൊക്കെ ഒന്നും വേണ്ട. ഗ്രേപ്സ് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത് കളയുമായിരുന്നു. അല്ല, അതങ്ങനെ തിന്നണ്ട. അല്ലാതെ ചിലരെ പോലെ ഒരു കപ്പളങ്ങ മുഴുവൻ തിന്നുമല്ല വേണ്ടത്. ഇത് ഞാൻ മാത്രം കഴിക്കാനല്ല, നമ്മളെല്ലാരും കൂടെ കഴിക്കും. ഇവിടെ ഒരു അപ്പനും മോനും ഉണ്ട്. സോ ഇഷ്ടമുള്ളത് അങ്ങനെ ഇവിടെ ഇല്ല, ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഞാനിവിടെ തീരുമാനിക്കും ഓരോ ദിവസം. ചിലപ്പോൾ ഇവിടെ രാവിലെ കപ്പളങ്ങായും പാലും, ഒരു ഗ്ലാസ് പാലും. നെക്സ്റ്റ് ഡേ ചിലപ്പം അവോക്കാഡോ. എന്തുവാ, ഞാനും പലതും തീരുമാനിക്കും. അല്ല പിന്നെ മനുഷ്യര് തിന്നുന്നല്ലേ ഇതൊക്കെ. ഇതൊന്നും തിന്നിയല്ല. എല്ലാ ദിവസവും ദോശ ഇഡലി മാത്രം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. 7-ാം തീയതി തന്നെ പറയണേ. 7-ാം തീയതി അങ്ങനെയല്ല, വരട്ടാനൊന്നും നോക്കണ്ട. അല്ല പിന്നെ ജസ്റ്റ് കഴിച്ചാലേ കൊച്ചും കഴിക്കുള്ളൂ. ഇതൊക്കെ അപ്പന്മാര് ചെയ്യുന്ന കണ്ടാ മക്കള് പഠിക്കുന്നു. ഒരൊറ്റ ഫ്രൂട്ട് കഴിക്കുകയല്ല. ഇതൊന്നും തിന്ന ആരും ചത്തു. ഇതിപ്പോ ജസ്റ്റ് തിന്നിട്ട് ചത്തുപോയി ഞാൻ അങ്ങ് സഹിച്ചു. കപ്പളങ്ങ തിന്ന് മരിച്ച ജസ്റ്റ് സത്യമായിട്ടും ജസ്റ്റ് ഇച്ചിരി ഫ്രൂട്ട്സ് കഴിക്കണം കേട്ടോ. അതുപോലെ വെള്ളവും കുടിക്കാം. പട്ടിണി ഇരിക്കുന്നതല്ല. കുഞ്ഞാ ഇതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചേ. തിരിച്ചു പറഞ്ഞേ. അതെ, അടുത്ത പണി തരാം. പെട്ടെന്ന് തീർത്താ പെട്ടെന്ന് അടുത്ത പണി തരാം. ഏറ്റവും നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ മെക്സിക്കോടെ അല്ല, അവന്മാര് ചുമ്മാ മെക്സിക്കോടെ പേരിട്ടേക്കുന്ന അല്ലേ ശ്രീ? അതെ അതെ, ഇത് മെക്സിക്കോ അല്ല, എനിക്കറിയാലോ. എന്ന് മെക്സിക്കോ കഴിക്കുന്നത് ഇപ്പൊ കൊച്ചിനോട് എല്ലാം പറയാനായിരിക്കുവേ. അതൊക്കെ ഓരോ 1 by 1 ഉണ്ടോ. മെക്സിക്കോ ഇച്ചിരിയുടെ ഗ്രീൻ ആണ്, ഇച്ചിരി നല്ലതാണ്. ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ള ഒരു സാധനം ഏതാന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ജസ്റ്റിക്ക് പറ. ചിക്കൻ. ശരിയാ കേട്ടോ, സ്വഭാവമായിട്ട് നല്ല മാച്ചിങ്. അതായിരിക്കും ചിക്കൻ മാത്രം കഴിച്ചാൽ മതി, അല്ലാത്തൊന്നും പ്രോട്ടീൻ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഈ അവോക്കാഡോ കഴിച്ചിട്ടുണ്ടോ ജസ്റ്റ്? ഇല്ല. ആ, കഴിച്ചു നോക്കി. ഇവിടെ എല്ലാ പ്രാവശ്യം അവോക്കാഡോ വാങ്ങിക്കുന്നത് ഞാൻ, കഴിക്കുന്നത് ഞാൻ. കഴിച്ചോ, മേടിച്ചാരാ വാങ്ങിച്ചത് ഞാൻ. അവോക്കാഡോ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. കം ജസ്റ്റ് കഴിക്കാൻ പാ, ഫോൺ നോക്കിയിരിക്കാതെ. ഇതെല്ലാം ഇന്ന് കഴിച്ചു തീർത്തണം കേട്ടല്ലോ. One minute. Before you add that thing, can I add one block butter? ബട്ടർ എന്നാ. Wait. Wait, keep it there. ഇത് ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി സ്പ്രെഡാ. അവോക്കാഡോ, നല്ല പഴുത്ത അവോക്കാഡോ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച്. ജേഡൻ കമ്മിയാ ബട്ടർ. ഹെൽത്തിയാ എന്ന് കഴിച്ചു നോക്കി. അത് 2 കൈ കൊണ്ട് പിടിച്ച് ആ ഫോൺ അവിടെ താത്തു വെച്ചേ, പിടിച്ചേ. ഒന്ന് കഴിച്ചു നോക്കേ, ഒന്നുകൂടെ ഒരു ബൈറ്റ് കൂടെ. ഞാൻ ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയത് ഇനി കേട്ടോ. ദേഷ്യം വരുന്നുണ്ടോ? ഒരു വടി ജസ്റ്റ് ജസ്റ്റ് കഴിച്ചു നോക്കി. ജസ്റ്റ് 1-2 എണ്ണം കഴിക്കും മുത്തേ. കഴിക്കുക ജസ്റ്റ്. നീ ഒന്നും തിന്നണ്ടപ്പോ ഉണ്ടോ. ഓരോരുത്തരുടെ മൂട്ടി ചെന്നിട്ട് തിന്ന് ജസ്റ്റ്, തിന്നു ചേടു, തിന്നെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പുറകെ നടന്ന് അയ്യോ എൻ്റെ ചെടിക്ക് എന്നാ പറ്റി ഉണ്ടോ.
ആ 2 ചൂട് കാപ്പി കൊണ്ട് വെച്ചതാ, ചെടി കരിച്ചു. നമ്മളിങ്ങനെ പുറകെ നടന്ന് തീറ്റാൻ ആളുണ്ട്, ഇങ്ങനെ ഓരോരുത്തരും നടക്കും. എൻ്റെ കാപ്പി അടുത്ത ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പ്. അതുകൊണ്ട് ഗുണപാഠം, ഇതുങ്ങളുടെ ഒന്നും പുറകെ നമ്മൾ തീറ്റിക്കാൻ വേണ്ടി നടക്കരുത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, നമ്മൾ തിന്നുക. പിന്നെ ആ ഒരു കുരുപ്പില്ലേ കുഞ്ഞത്, അതിനെ ഓർത്ത് മാത്രം വീട്ടിൽ ഞാൻ ചോറും കറിയും വെക്കുന്ന അതല്ലേ ഉണ്ടല്ലോ എൻ്റെ ഡോഗ് വെക്കും, ഡോഗ്. വേറെ ചിലരെയൊക്കെ ഓർത്തിട്ടാണ്. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ, അല്ല ജസ്റ്റിന്ന് പേരിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണോ? കപ്പളങ്ങ ഞാനല്ല തിന്ന, ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ വല്ലാണ്ട്. ചേനയാണോ രാവിലെ കഴിച്ചേ? അല്ല, ഞാൻ ഉണ്ടാക്കാത്തൊന്നും ഈ വീട്ടിൽ തിന്നത്തില്ല. അപ്പം ചേന ഞാൻ ഉണ്ടാക്കിയില്ല, പക്ഷെ ഭയങ്കര ചൊറിച്ചിൽ കേട്ടോ. ഈ ഒരു കപ്പളങ്ങയുടെ പ്രത്യേകതയാണ്, നമ്മൾ തിന്നാലും അടുത്തിരിക്കുന്ന ചിലരെ ചൊറിയും. കപ്പളങ്ങയ്ക്കും ചൊറിച്ചിലുണ്ട്. സത്യം, ബാങ്ക് വിളിച്ചു. എസ്റ്റി അത്ഭുത സ്ഥിതിയുള്ള കപ്പളങ്ങ ഞാൻ കഴിക്കുന്നു, ജസ്റ്റ് ചൊറിയുന്നു. അത്ഭുത സ്ഥിതിയുള്ള കപ്പളങ്ങ, വാങ്ങുവിൻ. അല്ലല്ല, അടുത്തിരിക്കുന്നവരുടെ സ്വഭാവം കിട്ടിയ. കപ്പളങ്ങ കഴിക്കുകയില്ല, അവോക്കാഡോ കഴിക്കുകയില്ല, വാട്ടർമെലൺ കഴിക്കുകയില്ല, ഒരൊറ്റ ഫ്രൂട്ട്സ് കഴിക്കുക. അതേ സമയത്ത് ഒരു കോഴീനെ അങ്ങോട്ട് തൊലി ഉരിഞ്ഞ് വെച്ച് അതങ്ങ് പച്ചയ്ക്ക് വേണമെങ്കിലും തിന്നോളും. ഒരു പ്രത്യേക സ്വഭാവം കേട്ടോ. പിന്നെ എനിക്ക് കോഴി അത്ര താല്പര്യമൊന്നുമില്ല. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നോട് ഒന്നിച്ചിരിക്കുന്ന ദിവസമാണ്, അടിയോടടി. ഇതാണ് ഞങ്ങളുടെ ഒത്തൊരുമ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം ഇപ്പം മനസ്സിലായില്ലേ? ഞാൻ വീക്കെൻഡിൽ അധികം അവധി എടുക്കാത്ത ഇതുകൊണ്ടാണ്. അപ്പം ശരി, എന്നാൽ പോയിച്ചും വരാം. ബായ്.